ഉച്ചത്തിൽ ചൊന്നെന്നെ നാഥാനീഷ്ടപ്പെട്ടാൽ മാലിന്യം നീക്കി കാക്കാം. കരുണക്കടലവനെ തോട്ടു കുഷ്ഠം പാടെ വിട്ടോടി. വേദന ആദാമ്യ കാറ്റാൻ മേലിൽ നിന്നോലകം ചേർന്ന മാനവ വൈദ്യാതേ സ്തോത്രം. പിതാവും പുത്രനും പരിശുദ്ധ റൂഹായുമായ സത്യമുള്ള ഏകദൈവത്തിൻ്റെ തിരുനാമത്തിൽ തനിക്ക് സ്തുതി. നമ്മുടെ മേൽ തൻ്റെ കരുണയും മനോഗുണവും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. ആമേൻ. കർത്താവിൽ ഏറ്റവും സ്നേഹമുള്ളവരെ, പരിശുദ്ധ വലിയ നോമ്പിൻ്റെ രണ്ടാമത്തെ ഞായറാഴ്ചയിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. ഈ ആഴ്ചയിലെ ചിന്താവിഷയം കുഷ്ഠരോഗിയെ നമ്മുടെ കർത്താവും രക്ഷിതാവുമായ യേശുക്രിസ്തു തൊട്ടു സൗഖ്യമാക്കിയ സംഭവമാണ്. ശുദ്ധീകരണത്തിൻ്റെ ഞായറാഴ്ച എന്നും പിതാക്കന്മാർ ഈ ഞായറാഴ്ചയെ വിശേഷിപ്പിക്കുന്നുണ്ട്. ശുദ്ധമുള്ള മർക്കോസിൻ്റെ സുവിശേഷത്തിലും മത്തായിയുടെ സുവിശേഷത്തിലും ലൂക്കോസിൻ്റെ സുവിശേഷത്തിലും സമാന്തര സുവിശേഷങ്ങളിലെല്ലാം ഈ സംഭവം സമാനതകളോടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. വിശുദ്ധ കുർബാനയുടെ ഏവങ്കേലിയൻ വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷം 5-ാം അധ്യായം 12 മുതൽ 16 വരെയുള്ള വാക്യങ്ങളാണ്. 5:12 നമ്മൾ വായിക്കുന്നുണ്ട്, യേശുവിൻ്റെ അടുക്കൽ മുഴുവൻ കുഷ്ഠം നിറഞ്ഞ ഒരു മനുഷ്യൻ യേശുവിനെ സമീപിച്ചു. നിനക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധനാക്കാൻ കഴിയും എന്ന് കവിഴ്ന്ന് വീണ് അപേക്ഷിച്ചു. അപ്പോൾ നമ്മുടെ കർത്താവും രക്ഷിതാവുമായ യേശുക്രിസ്തു പറഞ്ഞു, എനിക്ക് മനസ്സുണ്ട്, നീ ശുദ്ധനാകുക എന്ന് പറഞ്ഞുകൊണ്ട് ഈ കുഷ്ഠരോഗിയെ തൊട്ടു. തൽക്ഷണം അവൻ്റെ കുഷ്ഠം അവനെ വിട്ടുമാറി. ഇതാണ് ഇന്നത്തെ ഏവങ്കേലിയൻ ഭാഗമായിട്ട്, വിശുദ്ധ കുർബാനയുടെ ഏവങ്കേലിയൻ ഭാഗമായിട്ട് വായിക്കുന്നത്. പ്രിയമുള്ളവരെ, ഇതാ പഴയ നിയമ പശ്ചാത്തലമാണ് രംഗമെന്ന് നമുക്കറിയാം. അവിടെ ലേവ്യ പുസ്തകം 13-ാം അധ്യായം അതിൻ്റെ 45-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, കുഷ്ഠരോഗമുള്ളവൻ കീറിയ വസ്ത്രം ധരിക്കുകയും മുടി ചീകാതിരിക്കുകയും മേൽച്ചുണ്ട് തുണി കൊണ്ട് മറയ്ക്കുകയും അശുദ്ധൻ അശുദ്ധനെന്ന് വിളിച്ചു പറയുകയും വേണം. രോഗമുള്ള കാലമെല്ലാം അവൻ അശുദ്ധനാണ്. അവൻ പാളയത്തിന് വെളിയിൽ ഒരു പാർപ്പിടത്തിൽ ഏകനായി വസിക്കണം. ലേവ്യർ 13:45. അതുകൊണ്ട് ഈ കുഷ്ഠരോഗി എല്ലാവരാലും തിരസ്കരിക്കപ്പെട്ട ഒരു മനുഷ്യനായിരുന്നു. അവൻ പാളയത്തിന് പുറത്താണ് അവൻ്റെ സ്ഥാനം. അവൻ അശുദ്ധൻ അശുദ്ധനെന്ന് വിളിച്ചു പറഞ്ഞുകൊണ്ട് സഞ്ചരിക്കേണ്ടവനാണ്. അപ്പോൾ ഇതാ എല്ലാ രീതിയിലും കുടുക്കിൽപ്പെട്ടുപോയ ഒരു മനുഷ്യൻ, ഒരു തരത്തിലും രക്ഷപ്പെടാൻ കഴിയാതെ ഞെരുങ്ങുന്ന ഒരു മനുഷ്യൻ. ദൈവത്തിൻ്റെ അത്ഭുതകരമായ ഒരു പ്രവൃത്തി എന്ന വണ്ണം ഈ മനുഷ്യൻ യേശുവിൻ്റെ മുമ്പിൽ വന്നു പെട്ടു എന്നുള്ളതാണ്. യേശുവിൻ്റെ മുമ്പിലേക്ക് വരുന്നവരെല്ലാം, യേശുവിനെ കണ്ടുമുട്ടുന്നവരെല്ലാം ഒരുപക്ഷെ ജീവിതത്തിൽ ഇത്തരം സന്ദർഭങ്ങളിലൂടെ കടന്നു പോകുന്നവരാണ്. ആരാലും രക്ഷിക്കപ്പെടാൻ കഴിയാത്ത വിധം ഞെരുങ്ങിയിരിക്കുന്ന ഒരു വ്യക്തി. ന്യായപ്രമാണത്തിന് ഈ കുഷ്ഠരോഗിയെ രക്ഷിക്കാനായിട്ട് സാധിച്ചില്ല. ന്യായപ്രമാണം നിയമം പറയുന്നുണ്ട്, അനുഷ്ഠാനങ്ങൾ പറയുന്നുണ്ട്. ഇതാ ഒരു വ്യക്തി അനുസരിക്കേണ്ടതായ മൂല്യങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട്. എന്നാൽ അത് ഈ കുഷ്ഠരോഗിയെ രക്ഷപ്പെടുത്തിയില്ല. അതുകൊണ്ട് അവൻ ഒരുപക്ഷെ അശുദ്ധനായി തീർന്നു. ന്യായപ്രമാണത്തിൻ്റെ മുന്നിൽ അശുദ്ധനായി തീർന്നു. അവൻ രോഗബാധിതനായി പാളയത്തിന് പുറത്തായി. അങ്ങനെ പാളയത്തിനകത്ത് പ്രവേശിക്കാൻ കഴിയാതെ പുറത്ത് കൂടാരമടിച്ച് കിടക്കുന്ന ഈ മനുഷ്യൻ യേശുവിൻ്റെ മുമ്പിൽ വന്ന് പെടുന്നു. അപ്പോൾ യേശുവിനോട് ഈ മനുഷ്യൻ പറയുകയാണ്, നിനക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധനാക്കാനായി സാധിക്കും എന്ന്. ഈ കുഷ്ഠരോഗിയുടെ ഈ സംഭാഷണത്തിൽ നിന്ന് 2 കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഒന്ന്, എല്ലാവരാലും പരിത്യജിക്കപ്പെട്ട ഈ മനുഷ്യന് യേശുവിലുള്ള വിശ്വാസം വർദ്ധിച്ചു വന്നു. അവൻ യേശുവിൽ വിശ്വസിച്ചു. അതുകൊണ്ടാണ് അവൻ പറയുന്നത്, നിനക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധനാക്കാൻ കഴിയുമെന്ന്. ന്യായപ്രമാണത്തിന് കഴിയാത്തൊരു കാര്യം യേശുവിന് കഴിയും എന്ന ഇതാ ദൈവിക നിയമത്തെ അല്ലെങ്കിൽ പുതിയ നിയമ വിശ്വാസത്തെ ഇവിടെ ഈ കുഷ്ഠരോഗി ഉറക്കെ പറയുകയാണ്. അപ്പോൾ ഇവൻ്റെ ഞെരുക്കത്തിൻ്റെ നാളുകളിൽ ഇവന് വിശ്വാസം വർദ്ധിച്ചു കിട്ടി. യേശുവിൽ വിശ്വസിക്കുവാനുള്ള വലിയ കൃപയും കരുത്തും അവന് ലഭിച്ചു. വീണ്ടും ഇവൻ പറയുന്നൊരു കാര്യമുണ്ട്,
നിനക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധനാക്കാനായിട്ട് കഴിയും. അപ്പോൾ യേശുവിൻ്റെ മനസ്സ്, യേശുവിൻ്റെ ഇഷ്ടം, അത് മാത്രമേ അവനിൽ നിറവേറാനായിട്ട് അവൻ ആഗ്രഹിച്ചു. യേശുവിൻ്റെ ഇഷ്ടത്തിന് വിരോധമായി തൻ്റെ ഇഷ്ടത്തിൻ്റെ ബന്ധനത്തിലായിരുന്നില്ല ആ കുഷ്ഠരോഗി. അതുകൊണ്ട് ഇത് കർത്തൃപ്രാർത്ഥനയുടെ വേറൊരു വ്യാഖ്യാനമായിട്ട് നമുക്ക് കാണാൻ കഴിയും. ശുദ്ധമുള്ള ലൂക്കോസിൻ്റെ സുവിശേഷം 11-ാം അധ്യായം അതിൻ്റെ 1 മുതലുള്ള വാക്യങ്ങളിൽ നമ്മളിങ്ങനെ വായിക്കുന്നുണ്ട്. യേശു ഒരിടത്ത് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അപ്പോൾ ശിഷ്യന്മാർ അവനെ സമീപിച്ച്, യോഹന്നാൻ തൻ്റെ ശിഷ്യന്മാരെ പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചതുപോലെ ഞങ്ങളെയും പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കണമേ എന്ന് പറഞ്ഞപ്പോൾ യേശു കർത്തൃപ്രാർത്ഥന പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അവിടെ ദൈവത്തിൻ്റെ ഇഷ്ടം ഞങ്ങളിൽ നിറവേറണമേ എന്നാണ് കർത്തൃപ്രാർത്ഥനയുടെ മർമ്മം എന്ന് പറയുന്നത്. അതിവിടെ ഈ കുഷ്ഠരോഗി യേശുവിനോട് പ്രഖ്യാപിക്കുകയാണ്, നിനക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധനാക്കാനായി കഴിയും. വീണ്ടും നമുക്ക് കാണാൻ കഴിയുന്ന മറ്റൊരു സവിശേഷത, ഈ കുഷ്ഠരോഗിക്ക് തനിയെ അറിയാമായിരുന്നു തൻ്റെ രോഗം അത് അശുദ്ധിയുടെ ഫലമായിട്ടുണ്ടായതാണ് എന്ന്. രോഗം മാറുക എന്നായിരുന്നില്ല കുഷ്ഠരോഗിയുടെ അഭ്യർത്ഥന അല്ലെങ്കിൽ അപേക്ഷ, എന്നെ ശുദ്ധനാക്കണമേ എന്നായിരുന്നു. അശുദ്ധിയും രോഗവും തമ്മിൽ പഴയ നിയമത്തിൽ ന്യായപ്രമാണത്തിൽ വലിയ ബന്ധമുണ്ട്. അതുകൊണ്ട് അവന് ഉറച്ച ബോധ്യമുണ്ടായിരുന്നു താൻ ശുദ്ധീകരിക്കപ്പെട്ടാൽ തന്നിൽ നിന്ന് കുഷ്ഠം വിട്ടുപോകും എന്ന്. പക്ഷേ ഈ ശുദ്ധീകരണം പ്രാപിക്കാനായിട്ട് ന്യായപ്രമാണം അവനെ സഹായിച്ചില്ല. ന്യായപ്രമാണത്തിൽ ശുദ്ധീകരണ നിയമങ്ങൾ പറയുന്നുണ്ട്. എന്നാൽ ആ നിയമങ്ങളുടെ പുറത്ത് അവൻ രോഗിയായി അശുദ്ധനായി പ്രഖ്യാപിക്കപ്പെട്ടു, പുറന്തള്ളപ്പെട്ടു, പാളയത്തിന് പുറത്തേക്ക് മാറി. അപ്പോൾ അവനെ രക്ഷിക്കാനായിട്ട് ഇനിയും യേശുവിന് മാത്രമേ കഴിയുള്ളൂ. ഒരുപക്ഷേ കർത്താവിൻ്റെ രക്ഷിതാവുമായ യേശു ക്രിസ്തു ഈ ഭൂമിയിലേക്ക് വന്നത് ന്യായപ്രമാണത്തിന് സാധിക്കാത്ത ശുദ്ധീകരണത്തെ മാനവരാശിക്ക് പ്രദാനം ചെയ്യാൻ വേണ്ടിയാണ്. വീണ്ടും യേശുവിൻ്റെ പ്രതികരണത്തിലേക്കാണ് നമ്മൾ ഇനി പ്രവേശിക്കുക. യേശു 2 കാര്യങ്ങൾ ശുദ്ധീകരിക്കപ്പെട്ട കുഷ്ഠരോഗിയോട് പറയുന്നുണ്ട്. ഒന്നാമത്തെ കാര്യം, നീ ഇതാരോടും പറയരുത്. രണ്ടാമത്തെ കാര്യം, ഈ ശുദ്ധീകരണത്തിൻ്റെ അനുഭവം നിന്നെ തന്നെ പുരോഹിതന്മാർക്ക് കാണിച്ചു കൊടുക്കുകയും മോശയുടെ ന്യായപ്രമാണം അനുസരിക്കുന്ന പ്രകാരമുള്ള വഴിപാടുകൾ അർപ്പിക്കുകയും ചെയ്യുക എന്നാണ്. അപ്പോൾ അതിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും, കർത്താവിൻ്റെ രക്ഷിതാവുമായ യേശു ക്രിസ്തു ന്യായപ്രമാണത്തെ നീക്കുവാനല്ല, അതിനെ പൂർത്തീകരിക്കുവാനാണ് വന്നത്. പഴയ നിയമ പൗരോഹിത്യത്തെയോ മോശയുടെ ന്യായപ്രമാണത്തെയോ യേശു ഒരിക്കലും തള്ളിപ്പറയുന്നില്ല. എന്നാൽ ന്യായപ്രമാണത്തിന് കഴിയാത്ത ഒരു ശുദ്ധീകരണത്തിൻ്റെ അനുഭവം ഈ കുഷ്ഠരോഗിക്ക് നൽകുക മാത്രമാണ് ചെയ്തത്. ശുദ്ധീകരിക്കപ്പെട്ട കുഷ്ഠരോഗിയോട് അല്ലെങ്കിൽ കുഷ്ഠം വിട്ടുമാറിയ ആ മനുഷ്യനോട് യേശു പറഞ്ഞു, നീ പുരോഹിതൻ്റെ അടുക്കിലേക്ക് പോകുക, നീ മറ്റാരോടും പറയരുത്. പുരോഹിതൻ്റെ അടുക്കൽ ചെന്ന് ഇതാ ശുദ്ധീകരണത്തിൻ്റെ വഴിപാട് അർപ്പിക്കുക. ലേവ്യ പുസ്തകം 14-ാം അധ്യായം 1-2 വാക്യങ്ങൾ നമ്മൾ കാണുന്നുണ്ട്. കുഷ്ഠരോഗം വിട്ടുമാറിയ ഒരു മനുഷ്യൻ പുരോഹിതനെ കാണാനായിട്ട് ചെല്ലുമ്പോൾ പാളയത്തിനകത്തേക്ക് വരാൻ പാടില്ല, പാളയത്തിന് പുറത്ത് കാത്തു നിൽക്കണം. പുരോഹിതൻ പാളയത്തിന് പുറത്തു വന്ന് ഈ മനുഷ്യനെ പരിശോധിച്ച് അവന് ശുദ്ധീകരിക്കപ്പെട്ടു എന്ന് ഉറപ്പുവരുത്തുമ്പോൾ അവനെ പാളയത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി വഴിപാടുകൾ അർപ്പിക്കാനായിട്ട് അവന് അനുവാദം കൊടുക്കുന്നു. അപ്പോൾ ഇത്തരത്തിൽ അവൻ പുരോഹിതനെ സമീപിക്കുന്നു. പ്രിയമുള്ളവരെ, എന്തുകൊണ്ടാണ് കർത്താവ് ഇത് ആരോടും പറയരുത് എന്ന് പറഞ്ഞത്? ഇതൊരു ദുരൂഹവചനമായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. അതിൻ്റെ കാരണം വളരെ വ്യക്തമാണ്. പുതിയ നിയമ ബലി കർത്താവ് അനുഷ്ഠിച്ചിരുന്നില്ല. അപ്പോൾ ഇവിടെ സംഭവിച്ചത്, ഇതാ കുഷ്ഠരോഗിയെ ശുദ്ധമാക്കിക്കൊണ്ട് അവൻ്റെ പാപങ്ങൾ ക്ഷമിച്ചുകൊണ്ട് അവൻ്റെ അശുദ്ധി അവനിൽ നീക്കിക്കൊണ്ട് പുതിയ നിയമ ബലിയുടേതായ അനുഭവത്തെ കർത്താവ് മുന്നമേ പ്രദാനം ചെയ്തു. അത് ഒരടയാളമായിരുന്നു. യഥാർത്ഥത്തിൽ ഈ അടയാളം വിരൽ ചൂണ്ടുന്നത് കർത്താവിൻ്റെ ക്രൂശിലെ ബലിയോടാണ്. അതുകൊണ്ട് ഈ കാലഘട്ടത്തിൽ നമ്മൾ ഈ വചനത്തെ പഠിക്കുമ്പോൾ, ഈ അത്ഭുതത്തെ ചിന്തിക്കുമ്പോൾ, ധ്യാനിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും, അശുദ്ധനായ ഏത് വ്യക്തിക്കും ശുദ്ധീകരണം പ്രാപിക്കാനായിട്ട് യേശുക്രിസ്തുവിൻ്റെ ബലി മതിയായതാണ്. അവൻ ക്രൂശിൽ ബലിയായി തീർന്നു. അതുവഴിയായി മാനവരാശിയുടെ ശുദ്ധീകരണം, പാപമോചനം അവൻ നേടിയെടുത്തു കഴിഞ്ഞു. ഇപ്രകാരം ശുദ്ധീകരണം പ്രാപിക്കുന്ന ഒരു വ്യക്തി, അതിൻ്റെ ഉടമ്പടി, പുതിയ നിയമത്തിൻ്റെതായ ഉടമ്പടി എന്ന് പറയുന്നത് വിശുദ്ധ കുർബാന എന്ന ആരാധനയാണ്. തൻ്റെ പാപങ്ങൾ ഏറ്റുപറഞ്ഞ് കുമ്പസാരിച്ച് വിശുദ്ധ കുർബാന സ്വീകരിച്ച് വിശുദ്ധീകരണത്തിലേക്ക് പ്രാപിക്കാനായിട്ട് സാധിക്കും. പാപങ്ങൾ മൂകജന്തുക്കളുടെ മേൽ ആവഹിച്ച ശേഷം അതിനെ
ബലി അർപ്പിക്കുന്ന ഒരു പതിവാണ് പഴയ നിയമസഭയിൽ ഉണ്ടായിരുന്നത്. നമ്മുടെ കർത്താവും രക്ഷിതാവുമായ യേശു ക്രിസ്തു നമ്മുടെ മാനവരാശിയുടെ മുഴുവൻ പാപങ്ങളെ ഏറ്റെടുത്ത് ഒരിക്കലായിട്ട് ബലിയായി തീർന്നു. ആ ബലിയുടെ ആവിഷ്കാരമാണ്, പുനരവതാരമാണ്, അല്ലെങ്കിൽ ആ ബലി തന്നെയാണ് വിശുദ്ധ കുർബാന എന്ന ആരാധന. ഇന്ന് വിശുദ്ധ കുർബാനയെ സമീപിക്കുന്ന ഒരു വ്യക്തിക്ക് കുമ്പസാരമെന്ന കുദാശയിലൂടെ പാപങ്ങൾ ഏറ്റുപറഞ്ഞ് അത് കർത്താവിൻ്റെ പ്രതിപുരുഷനായിരിക്കുന്ന പുതിയ നിയമ പുരോഹിതൻ അത് ഏറ്റെടുത്ത് കർത്താവിൻ്റെ ക്രൂശിലേക്ക് സമർപ്പിക്കുകയാണ് ചെയ്യുന്നത്. കുരിശിൻ ചുവട്ടിലേക്ക് അവയെ സമർപ്പിച്ച് പാപമോചനം പ്രഖ്യാപിക്കുന്നു. ആ വ്യക്തി വിശുദ്ധ കുർബാന അനുഭവിച്ച് ബലിയുടെ യോഗ്യതയിൽ ബലിജീവിതത്തിൽ വളരേണ്ടതായിട്ടുണ്ട്. അങ്ങനെ പുതിയ നിയമ ഉടമ്പടിയെ പൂർത്തിയാക്കേണ്ടതായിട്ടുണ്ട്. താനിനി പാപം ചെയ്യുകയില്ല എന്ന പ്രതിജ്ഞ എടുത്തുകൊണ്ട് കർത്താവിൻ്റെ ക്രൂശുമരണത്തിൻ്റെ യോഗ്യത കൊണ്ട്, തിരുരക്തത്തിൻ്റെ അഭിഷേകം കൊണ്ട്, വചനത്തിൻ്റെ അഭിഷേകം കൊണ്ട് അവൻ നിറയപ്പെടേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് ദഹനബലികളും ഹോമയാഗങ്ങളും അതിനേക്കാൾ ഉപരിയായി വിശുദ്ധ കുർബാന വിജ്ഞാനത്തിൻ്റെ ബലിയാണ്. അത് പാപമോചനത്തിൻ്റെ എന്നേക്കുമായുള്ള ബലിയാണ്. അത് രക്താർപ്പിതമല്ലാത്ത ബലിയാണ്. കർത്താവിൻ്റെ രക്ഷിതാവുമായ യേശു ക്രിസ്തു രക്താർപ്പിതമായ ബലി കാൽവരിയിൽ ഒരിക്കലായിട്ട് പൂർത്തിയാക്കി. ആ ബലിയുടെ യോഗ്യത രക്താർപ്പിതമല്ലാത്ത വിശുദ്ധ കുർബാന എന്ന ആരാധനയിലൂടെ സംലഭ്യമാക്കിയിരിക്കുകയാണ് നമ്മുടെ കർത്താവിൻ്റെ രക്ഷിതാവുമായ യേശു ക്രിസ്തു. യേശു ക്രിസ്തുവിൻ്റെ ഉന്നതമായ ദാനം എന്ന് പറയുന്ന ഇതാണ്. അതുകൊണ്ട് യേശു ക്രിസ്തുവിനെ സമീപിക്കുന്ന എല്ലാവർക്കും ഈ പുതിയ നിയമസഭയിൽ ഈ കാലഘട്ടത്തിൽ നോമ്പിലൂടെ നമ്മുടെ കർത്താവിനെ സമീപിക്കാൻ ആഗ്രഹിക്കുന്ന ഓരോ വ്യക്തിയുടെയും ജീവിതത്തിൽ സംഭവിക്കേണ്ട കാര്യം അവനെ തന്നെ ശുദ്ധീകരിക്കുന്നു എന്നുള്ളതാണ്. വിശുദ്ധീകരണത്തിൻ്റെ ബലിപീഠമായ വിശുദ്ധ കുർബാനയിലേക്കാണ് ഒരു പുതിയ നിയമ വിശ്വാസി വിളിക്കപ്പെട്ടിരിക്കുന്നത്. വിശുദ്ധീകരണത്തിന് വചനത്തിലൂടെയുള്ള കഴുകൽ ആവശ്യമാണ്. പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം ആവശ്യമാണ്. കർത്താവിൻ്റെ തിരുശരീരക്തങ്ങളുടെ അനുഭവമാകുന്ന വിശുദ്ധ കുർബാന എന്ന ബലി ആവശ്യമാണ്. ഇങ്ങനെ മാത്രമേ വിശുദ്ധീകരണത്തിൻ്റെ പുതിയ നിയമ ഉടമ്പടിയെ പൂർത്തിയാക്കാനായിട്ട് നമുക്ക് സാധിക്കുകയുള്ളൂ. പാളയത്തിനകത്തേക്ക് പ്രവേശനം ലഭിക്കുക ശുദ്ധീകരണം പ്രാപിച്ചവർക്ക് മാത്രമാണ്. അതുകൊണ്ടാണ് വിശുദ്ധ കുർബാനയുടെ ആരാധനയിൽ പുരോഹിതൻ പറയുന്നുണ്ട്, വിശുദ്ധിയുള്ളവർക്കും വെടിപ്പുള്ളവർക്കും ഈ രഹസ്യങ്ങളെ നൽകുന്നു എന്ന്. വെടിപ്പോടും വിശുദ്ധിയോടും കൂടി ആരാധനയെ സംബന്ധിക്കുവാനുള്ള ഒരു വാർഷിക ഒരുക്കമാണ് എല്ലാ വർഷവുമുള്ള നോമ്പാചരണം. 40 ദിവസത്തെ നോമ്പെടുത്തുകൊണ്ട് ഒരു വർഷത്തെ വിശുദ്ധ കുർബാന എന്ന ബലിയിലുള്ള പങ്കാളിത്തത്തിൻ്റെ ആ വിശുദ്ധീകരണത്തെ അധിക വിശുദ്ധീകരണത്തിനായിട്ട് നമ്മൾ ഈ 40 ദിവസത്തെ 40 നോമ്പ് വലിയ നോമ്പിനെ ക്രമീകരിച്ചിരിക്കുകയാണ് പിതാക്കന്മാർ. എല്ലാ വിശുദ്ധ കുർബാനയിലും നമുക്ക് ഒരുക്കം ആവശ്യമുണ്ട്. എന്നാൽ കൂടുതലായി വർഷത്തിലൊരിക്കൽ നമ്മൾ വീണ്ടും ഒരുങ്ങുകയാണ്. പ്രിയമുള്ളവരെയും ശുദ്ധീകരണത്തിൻ്റെ ഈ ഞായറാഴ്ചയിൽ വായിക്കപ്പെടുന്ന പഴയ നിയമത്തിലെ ഒരു ഭാഗം കൂടി ചിന്തിച്ചുകൊണ്ട് നമുക്ക് ഈ ചിന്തകൾ അവസാനിപ്പിക്കാം. ഉൽപ്പത്തി പുസ്തകത്തിലെ നോഹയുടെ പെട്ടകത്തെക്കുറിച്ചുള്ള ഭാഗമാണ് പഴയ നിയമ വായനയിൽ നമ്മൾ കാണുന്നത്. അവിടെ നോഹയുടെ പെട്ടകം ഇതാ മാനവരാശിയെ, ജീവജാലങ്ങളെ മുഴുവൻ യഹോവയായ ദൈവം നശിപ്പിക്കാനായിട്ട് ആഗ്രഹിച്ചപ്പോൾ നോഹയെയും കുടുംബത്തെയും അവൻ നീതിയുള്ളവനായി കണ്ടെത്തി. അവനോട് പെട്ടകം പണിയാനായിട്ട് ആവശ്യപ്പെട്ടു. ആ പെട്ടകത്തിലേക്ക് നോഹയെയും മക്കളെയും, നോഹയുടെ മക്കളുടെ ഭാര്യമാരെയും നോഹയുടെ ഭാര്യയെയും, അങ്ങനെ 2 ഗണങ്ങളായിട്ട് പെട്ടകത്തിനകത്തേക്ക് പ്രവേശിപ്പിക്കുകയും ആ പെട്ടകത്തിലൂടെ അവരെ രക്ഷിക്കുകയും ചെയ്തു. പ്രിയമുള്ളവരെ, ഈ പെട്ടകം എന്ന് പറയുന്നത് പുതിയ നിയമസഭയാണ്. ഈ സഭയ്ക്കകത്തേക്കാണ് നമുക്ക് പ്രവേശിക്കാനുള്ളത്. സഭയിൽ പുരോഹിതനുണ്ട്, വിശുദ്ധ ആരാധനയുണ്ട്, തിരുവചനമുണ്ട്, വചനത്തിൻ്റെ അഭിഷേകമുണ്ട്, തിരുശരീര രക്തങ്ങൾ നൽകപ്പെടുന്നുണ്ട്. അങ്ങനെ പരിശുദ്ധ സഭയാകുന്ന ഈ കൂടാരത്തിലേക്ക്, ഈ പെട്ടകത്തിലേക്ക് പ്രവേശിച്ചുകൊണ്ട് നാം രക്ഷ പ്രാപിക്കണം. യേശു ക്രിസ്തുവിലൂടെയുള്ള വിശുദ്ധീകരണത്തെ പ്രാപിക്കണമെന്നാണ് ഈ ആഴ്ചയിലെ നമ്മുടെ ചിന്താവിഷയം. വിശുദ്ധീകരണത്തിൻ്റെ ഈ ഞായറാഴ്ചയിൽ വിശുദ്ധിയിൽ നിന്ന് വിശുദ്ധിയിലേക്ക്, അധിക വിശുദ്ധിയിലേക്ക് വളരുവാനായിട്ട് ഈ ഞായറാഴ്ചയിലെ ആരാധനയും വചനകേൾവിയും നമ്മളെ ഓരോരുത്തരെയും സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ റൂഹായുടെയും നാമത്തിൽ തന്നെ ആമേൻ.